കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർ മാത്രമല്ലാതെ ആരും തിന്നരുതാത്ത കാഴ്ചയപ്പം വാങ്ങി തിന്നുകയും കൂടെയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഈ ഭാഗം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. യേശു ഒരു സമയത്ത് ശബത്ത് ദിവസത്തിൽ ഒരു വിളഭൂമിയിലൂടെ കടന്നു വരുന്ന സമയത്ത് ശിഷ്യന്മാർ കതിർ പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നു. പരീശന്മാർ ചൊല്ലി പറഞ്ഞു, ശബത്തിൽ വിഹിതമല്ലാത്തത് നിങ്ങൾ ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവരോട്, ദാവീദും തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത് എന്നാണ് ആ ഭാഗം നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ശബത്തിൽ ശിഷ്യന്മാർ വിളഭൂമിയിൽ നിന്ന് കതിർ പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, ശബത്ത് ദിവസത്തിൽ ഒരിക്കലും ഇതെന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിന് യേശു കൊടുത്ത മറുപടിയാണ് നമ്മൾ വായിച്ചത്. ദാവീദിൻ്റെ സമയത്ത് ദാവീദ് വിശന്ന് വലഞ്ഞ് പുരോഹിതൻ്റെ അടുക്കൽ ചെല്ലുന്ന സമയത്ത് അവിടെ പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാവുന്നുള്ള ഒരു അപ്പമാണ് കാഴ്ചയപ്പം. അപ്പം അത് വേറെ ആർക്കും ഭക്ഷിക്കാൻ പാടില്ല. പക്ഷേ അന്ന് അവിടുത്തെ സാഹചര്യത്തിൽ പുരോഹിതൻ ദാവീദിനോട് പറഞ്ഞു, ഇതല്ലാതെ വേറെ ഒന്നുമില്ല. കാര്യം അവർ യുദ്ധത്തിൽ തളർന്നു പോകാൻ സാധ്യതയുണ്ട്, യുദ്ധത്തിൽ പരാജയപ്പെടും. ദാവീദിനെ പുരോഹിതൻ അന്ന് അത് കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ ആ പഴയ നിയമത്തിൽ അത് വായിക്കുന്നത്. യേശു ഇവിടെ ഇത് പറയുമ്പോൾ എന്താണ് എൻ്റെ അർത്ഥം? പുരോഹിതന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു കാഴ്ചയപ്പം അതൊരു വേറൊരാളിലേക്ക് കൈമാറുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു ദൈവകരുണ അതിനകത്ത് വെളിപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം. യേശു പറഞ്ഞത് ശബത്തല്ല വിഷയം, ഒരു മനുഷ്യൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട വിഷയം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ കൈമാറുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് പറയാം, എന്താണ് ഈ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? യഹൂദന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന രക്ഷ, യഹൂദന്മാർക്ക് വേണ്ടി മാത്രം യേശു ഉലകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ബൈബിൾ പറയുന്ന യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിക്കുന്ന സമയത്ത് സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല എന്ന് തിരുവചനത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. അപ്പോൾ പുരോഹിതന്മാർക്ക് ഭക്ഷിക്കാൻ മാത്രം കഴിയുന്ന കാഴ്ചയപ്പം അന്നത്തെ സാഹചര്യത്തിൽ ദാവീദിന് കഴിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് കഴിക്കത്തക്ക രീതിയിൽ അത് കൈമാറിയതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരുണ അവിടെ വെളിപ്പെടുകയാണ്. മറ്റാർക്കും ലഭ്യമാകേണ്ടതാണ്, മറ്റാരും അനുഭവിക്കേണ്ടതാണ് കർത്താവ് നമുക്ക് നൽകിയതെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന സമയത്ത് ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആഴം. ബലവാന്മാർ ഇവിടെ ഉണ്ട്, കുലീനന്മാരുണ്ട്, സമ്പത്തുള്ളവർ, വിവേകമുള്ള, ജ്ഞാനമുള്ളവർ, കഴിവുള്ളവർ ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ ദൈവം നമ്മോട് കാണിച്ച കരുണയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകലവിധ ആത്മീക സന്തോഷങ്ങളുമെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഈ സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കരുണയല്ലാതെ വേറെയൊന്നും നമുക്കില്ല കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് ദൈവകരുണയ്ക്കായിട്ട് നമ്മെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടുന്ന് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്താൽ എല്ലാവിധമായ ആത്മീക നന്മകളാൽ ഈ സന്ദേശം കേൾക്കുന്നവരുടെ മേൽ ദൈവം പകർന്ന് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മഹത്വവും പുകഴ്ചയും മാനവും എല്ലാം കർത്താവിന്, യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.